الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اعبدوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, റബ്ബിനെ ഉൾക്കൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് വിജയം വരിക്കുക എന്നത്. ഏത് മേഖലയിലായാലും പരാജയത്തെ വളരെ ഭീതിയോടെ, അത് വല്ലാത്തൊരു അപമാനത്തോടെയാണ് മനുഷ്യൻ അഭിമുഖീകരിക്കാറുള്ളത്. പരീക്ഷകളിലൊക്കെ പരാജയപ്പെട്ടു എന്നതിന്റെ പേരിൽ റിസൾട്ടുകൾ വരുന്ന സന്ദർഭങ്ങളിൽ നിരന്തരമായി നമുക്ക് പത്ര മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കും, പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതുകൊണ്ട് ഇന്ന ഗ്രേഡുകൾ കിട്ടാത്ത കാരണത്താൽ പ്രതീക്ഷിച്ച അത്ര മാർക്ക് കിട്ടാത്ത കാരണത്താൽ കുട്ടികൾ ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ വീട് വിട്ടുപോയി എന്നുള്ള രൂപത്തിലുള്ള വാർത്തകൾ. മത്സരത്തിൽ വിജയിക്കുന്നതിന് വേണ്ടി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന, അതേ രൂപത്തിലുള്ള പല തന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ആളുകൾ. കൃഷി നാശത്തിലായി, കടം വന്ന് കച്ചവടം നഷ്ടത്തിലായി, പ്രയാസങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ എല്ലാം ഇട്ടെറിഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ ആളുകളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ അങ്ങനെയുള്ള ആത്മഹത്യകളുടെ കണക്കുകൾ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു വെക്കുന്ന,
ഇന്ന വിഭാഗത്തിന്റെ ഇന്ന ടീമിന്റെ ഭരണകാലത്ത് നാട്ടിൽ ഇത്ര കർഷക ആത്മഹത്യകൾ ഉണ്ടായി, അല്ലെങ്കിൽ പരീക്ഷകളിൽ പരാജയപ്പെട്ടതിന്റെ പേരിൽ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിന്റെ അനാസ്ഥ മൂലം ഇത്ര വിദ്യാർത്ഥികൾ പരീക്ഷയിൽ പരാജയപ്പെട്ടതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ ജീവത്യാഗം ചെയ്തു എന്നിത്യാദി ന്യൂസുകൾ അവലോകനം ചെയ്യപ്പെടുന്ന അതിന്റെ ഒരു സമയത്തിലാണ് സഹോദരന്മാരെ നമ്മളൊക്കെ ഉള്ളത്. ചുരുക്കത്തിൽ ഏതൊരു മനുഷ്യനും അവന്റെ ജീവിതത്തിൽ അതിയായി ആഗ്രഹിക്കുന്ന ആ ഒരു വിജയം, ആ വിജയത്തിലൂടെ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അവന്റെ ജീവിതത്തിലെ എല്ലാ മേഖലയിലുമുള്ള സുരക്ഷിതത്വവും അതേ ലോകത്തിലുള്ള സമാധാന പൂർണവുമായ ഒരു ജീവിതമാണ്. വിജയത്തിലൂടെ മാത്രമേ സുരക്ഷിതമായ ഒരു സമാധാനപൂർണമായ ഒരു ജീവിതം ലഭിക്കുകയുള്ളൂ എന്ന മനുഷ്യന്റെ കണ്ടെത്തൽ അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലൂടെ ആ വിജയത്തിന് വേണ്ടിയാണ് ഏതൊരു മനുഷ്യനും കൊതിക്കുന്നത്. ഇപ്രകാരം നമ്മുടെ നാടിന്റെ സുരക്ഷിതത്വത്തിന്, നമ്മുടെ നാടിന്റെ സുഖ സമ്പൂർണമായ സമാധാനപൂർണമായ ഒരു മുന്നോട്ട് പോക്കിന്, അതിന്റെ നിലനിൽപ്പിന്, സമാധാനാന്തരീക്ഷത്തിന്റെ ആ ഒരു നിലനിർത്തലിന്, ആദർശ പ്രബോധന സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിനും നന്മയിൽ അധിഷ്ഠിതമായ ഒരു ഭരണകൂടം ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമാണ്. ആദർശ പ്രബോധനത്തിന് വളക്കൂറുള്ള തികച്ചും ഇസ്ലാമികമായ രാഷ്ട്രങ്ങളിൽ ഉള്ളതിനേക്കാൾ ഏറെ മത പ്രബോധനത്തിന് നടുറോട്ടിൽ പബ്ലിക് സ്ഥലങ്ങളിൽ തന്റെ ആദർശം പച്ചയായി തുറന്ന് ഗവൺമെന്റിന്റെ സംരക്ഷണത്തോടു കൂടി തുറന്ന് പ്രഖ്യാപിക്കാൻ പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു നാട്, ആ ഒരു സ്വാതന്ത്ര്യം നിലനിൽക്കണമെങ്കിൽ അതിന് സ്വതന്ത്രമായ നന്മയിൽ അധിഷ്ഠിതമായ ഒരു ഭരണ വ്യവസ്ഥ, ഒരു ഭരണകൂടം നിലനിൽക്കൽ അനിവാര്യമാണ്. ഇത്തരം ഒരു അവസ്ഥ നിലനിർത്താൻ, അതിന്റെ നിലനിൽപ്പിന് വേണ്ടി ഓരോരുത്തരും വോട്ട് ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ്. വോട്ട് ചെയ്യുക എന്നുള്ളത് ശിർക്കാണ്. ഒരു മുസ്ലിമിനെ ഒരു നിലക്കും അനുവദനീയമല്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞ, അങ്ങനെ മുസ്ലിങ്ങളെ പിന്നോട്ട് വലിക്കാൻ ശ്രമിച്ച ആളുകൾ വരെ ഇന്ന് വോട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. അത് അനിവാര്യമാണ്. ആ നാടിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ അത് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുകയും ആ ഒരു ചിന്തയിലേക്ക്, ആ ഒരു മേഖലയിലേക്ക് കടന്നു വരികയും തങ്ങളുടെ പഴയകാല അധ്യാപനങ്ങളെ അത് തൽക്കാലം മൂടിവെക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ആളുകൾ എത്തി. അപ്പോൾ ഞാൻ സൂചിപ്പിച്ച ഈ ഒരു സന്തുലിതാവസ്ഥയിൽ അല്ലെങ്കിൽ നന്മയിൽ അധിഷ്ഠിതമായ ഒരു ഭരണകൂടത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി എല്ലാവരും സജീവമായി അധ്വാനിക്കുന്ന, പരിശ്രമിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. സഹോദരന്മാരെ, എന്തിനാണ് ഈ ഒരു ചർച്ച ഇന്ന് ഇവിടെ ഇങ്ങനെയൊരു വിഷയമായി, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസിന്റെ തുടക്കത്തിൽ ഇങ്ങനെ ഇതിലൂടെ ഈ ഒരു മേഖലയിലൂടെ കടന്നു പോകുന്നത് എന്ന് ഒരു പക്ഷേ ആളുകൾ ചിന്തിച്ചേക്കാം. ഞാൻ സൂചിപ്പിക്കുന്നത് വോട്ട് ആർക്ക് ചെയ്യണം, ആർക്ക് ചെയ്യണ്ട എന്നതിനെ സൂചിപ്പിക്കാനല്ല. നമ്മുടെ ആദർശ പ്രബോധനത്തിന് വേണ്ടി സഹായിക്കുന്ന, ഒരു സ്ഥലത്ത് നമുക്ക് തടസ്സമാകുന്ന ആളുകൾ മറ്റൊരു സ്ഥലത്ത് അനുകൂലമാകും. അങ്ങനെയുള്ള ചരിത്രങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ നമുക്ക് പരിചയമുള്ളതാണ്. ഒരു സ്ഥലത്ത് മുസ്ലിങ്ങളെ ശക്തമായി എതിർക്കുന്ന ആളുകൾ മറ്റൊരു സ്ഥലത്ത് മുസ്ലിങ്ങൾക്ക് കാവൽ നിൽക്കുന്ന, ഇസ്ലാമിന്റെ ആളുകൾ എന്ന് പറഞ്ഞ ആളുകൾ, മുസ്ലിമിന്റെ സംരക്ഷകർ എന്ന് പറയുന്നവർ നമുക്ക് പ്രയാസമാകുന്ന, നമുക്ക് തടസ്സമാകുന്ന സന്ദർഭങ്ങളിൽ അവിടെ മറ്റൊരു ചില ആളുകൾ
അതുകൊണ്ട് തന്നെ സഹായിച്ചവരെ സഹായിക്കും, സഹായിക്കാത്തവരെ തറപറ്റിക്കും എന്നുള്ള രൂപത്തിലുള്ള അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് ഒരു പാർട്ടിയുടെ പിന്നാലെ, ഒരു വിഭാഗത്തിന്റെ പിന്നാലെ പോവുക എന്നുള്ള ശൈലി മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. മുജാഹിദുകളായ ആളുകൾ അവരുടെ ആദർശം സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് യോജിക്കുന്ന മേഖലകളിൽ പ്രവർത്തിക്കാറുണ്ട്. അതിന് മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും തടസ്സം തന്നിട്ടില്ല. അവര് രാഷ്ട്രീയം അവർക്ക് തീരുമാനിക്കാം. പക്ഷേ അവനവന്റെ ആദർശം സംരക്ഷിച്ചു പോകാൻ ഉതകുന്ന രൂപത്തിലുള്ള രാഷ്ട്രീയമായിരിക്കണം തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള അധ്യാപനങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിലായാലും മതത്തിലായാലും അവന്റെ ജീവിതത്തിൽ ചില മര്യാദകളും ചർച്ചകളും ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും അവൻ പാലിക്കേണ്ടതുണ്ട്. ഇപ്പോൾ എവിടെയും നാലാള് കൂടിയാൽ രാഷ്ട്രീയ ചർച്ചകളാണ്, തെരഞ്ഞെടുപ്പുകൾ മാത്രമാണ് മനുഷ്യന്റെ മുമ്പിലുള്ള ചിന്തകൾ, ചർച്ചകൾ. മാധ്യമങ്ങൾ, വാർത്താ മാധ്യമങ്ങളിലൂടെ, ദൃശ്യ മാധ്യമങ്ങളിലൂടെ അവിടെയുള്ള ചർച്ചകളിൽ അധികവും നേതാക്കന്മാരുടെ കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ചർച്ചകൾ നടത്തുന്നു. എന്നിട്ട് കഴിഞ്ഞ കാലത്ത് ചെയ്തു പോയ, പറയാൻ പറ്റിയതും പറ്റാത്തതുമായ കാര്യങ്ങളെ എടുത്ത് അത് വലിയ ചർച്ചയാക്കി അതിൽ നിന്ന് പുതിയ ചർച്ചകൾ കൊണ്ടുവന്ന് ചർച്ചകൾക്ക് മേൽ ചർച്ചയായി അവസാനം ഒന്നുമല്ലാത്ത രൂപത്തിൽ ചില ആളുകളെ അപമാനിക്കുന്ന, അപഹസിക്കുന്ന, അവഹേളിക്കുന്ന രൂപത്തിലേക്ക് ഈ ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുന്നു. അത് കാണാനും അത് കേൾക്കാനും ഉഷാറായിരുന്നു എന്നതിന് അഭിപ്രായം പറയാനും അതിന്റെ പിന്നാലെ അതിനുവേണ്ടി സമയം ചെലവഴിക്കാനും ശ്രമിക്കുമ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ, ഫേസ്ബുക്കുകളിലൂടെ, അതല്ലാത്ത തങ്ങളുടെ ജോലി കഴിഞ്ഞുവന്ന് തങ്ങളുടെ റൂമിൽ നമ്മൾ കടന്നിരിക്കുന്ന റൂമിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള തന്റെ സുഹൃത്തുക്കളുടെ വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ള ആളുകളുമായി കൂടിയിരുന്നു കൊണ്ട് രാഷ്ട്രീയ ചർച്ചകൾ നടത്തി അവസാനം ഒന്നുമല്ലാത്ത, ഒരു ഉപകാരവുമില്ലാത്ത ചർച്ചകൾ നടത്തി സമയം ചെലവഴിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ട്. അപ്പോ രാഷ്ട്രീയത്തിന്റെ പേരിൽ ചർച്ചകൾ നടത്തിക്കൊണ്ട്, തെരഞ്ഞെടുപ്പ് കൂട്ടിക്കെഴുക്കലുകൾ നടത്തിക്കൊണ്ട് ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, രാവും പകലും അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർഭങ്ങളിൽ ചിന്തിക്കേണ്ട ചില ചിന്തകളെ, ചില മേഖലകളെയാണ് ഈ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു മുസ്ലിമാണെന്ന നിലക്ക്, ഒരു മുസ്ലിം എന്ന, ഒരു മുവഹിദ് എന്ന, ഒരു മുജാഹിദ് എന്ന നിലക്ക് നമ്മുടെ രാഷ്ട്രീയപരമായ ചർച്ചകൾ വരുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളും ചിന്തകളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിജയിക്കുക എന്നുള്ളത് ഏത് പാർട്ടിയുടെയും ലക്ഷ്യമാണ്. വിജയിക്കാൻ വേണ്ടിയാണ് എല്ലാവരും മത്സര രംഗത്തേക്ക് വന്നിട്ടുള്ളത്. സഹോദരന്മാരെ, ഇവിടെയുള്ള ഏറ്റവും മുഖ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെയുള്ള വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ശാശ്വതമായ വിജയത്തെ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ദുനിയവിയായ ഒരു വിജയത്തിന് വേണ്ടി ഒരു 3 വർഷത്തെ അല്ലെങ്കിൽ ഒരു 5 വർഷത്തെ ഭരണം നിലനിർത്താൻ അല്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയുള്ള ആ ഒരു മത്സരത്തിനിടക്ക്, ആ ഒരു പ്രതീക്ഷയിൽ അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ ഒരിക്കലും ശാശ്വതമായ, കൃത്യമായ ഒരു കാലയളവിന്റെ പരിധിയില്ലാത്ത, ശാശ്വതമായ ഖാലിദീന ഫീഹാ, അവരെന്നും അതിൽ ശാശ്വതരാണ് എന്ന് അല്ലാഹു പറഞ്ഞ ആ ഒരു ശാശ്വതമായ ആ ഒരു വിജയം ലഭിക്കാൻ നമ്മൾ അത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിക്കൂടാ. അത് ലഭിക്കേണ്ടതുണ്ട്. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ശാശ്വതമായ വിജയമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചത് നമ്മളെല്ലാവരും കേട്ടതാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഓരോ മനുഷ്യനും മരിക്കുക തന്നെ ചെയ്യും. ജീവിതം ജനിച്ചവനാണോ എങ്കിൽ മരിക്കുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ
ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ പ്രതിഫലങ്ങൾ അത് കൃത്യമായി ഓഹരി വെച്ച് നൽകപ്പെടുന്നതാണ്. ഫമൻ സുഹ്സിഹ അനിന്നാർ, ആരെങ്കിലും നരകത്തിൽ നിന്ന് തെന്നിമാറി വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടാൽ, ല്ലേ, 1 വോട്ടിന് 2 വോട്ടിന് 3 വോട്ടിനൊക്കെ ജയിക്കാൻ വേണ്ടി പലതും ചെയ്യുന്ന ആളുകൾ വോട്ട് എണ്ണുന്ന സന്ദർഭത്തിൽ അവിടെ പോയി അവൻ ജയിക്കുമെന്ന് ഒന്നാമത്തെ റൗണ്ടില് അവന് 10 വോട്ട് ലീഡ് ഉണ്ടെങ്കിൽ 2 വോട്ട് ലീഡ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ റൗണ്ട് എണ്ണുമ്പോ അതിൽ നിന്ന് 4 എണ്ണം എടുത്ത് വായിലിട്ട് ചവച്ച് തിന്നുന്ന മൃഗങ്ങളെക്കാളും പേപ്പർ തിന്നാറുള്ളതാരാ? മൃഗങ്ങളൊക്കെ പോസ്റ്റർ ഒട്ടിച്ചാല് അത് തിന്നു. ഒരു 3 വർഷത്തെ അല്ലെങ്കിൽ ഒരു 5 വർഷത്തെ ഭരണത്തിന് വേണ്ടി അങ്ങനത്തെ പണി ചെയ്യുന്ന മനുഷ്യന്മാർ, സഹോദരന്മാരെ, അങ്ങനെയുള്ള ഒരു തരികളെയും നടക്കാത്ത, ഒരു തട്ടിപ്പും നടക്കാത്ത, വമൻ സുഹ്സിയ അനിന്നാർ, നരകത്തിൽ നിന്ന് ആരെങ്കിലും തെന്നിമാറിയാൽ വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് അവൻ പ്രവേശിപ്പിക്കപ്പെട്ടാൽ ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ, അവനാണ് വിജയിച്ചവൻ. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ദുനിയാവിന്റെ ഈ ജീവിതം, ദുനിയാവിലെ ഈ സൗകര്യങ്ങൾ, ഈ ദുനിയാവിന്റെ ഈ വർണ്ണശബളിമ, ഇതെന്താണ്? ഇല്ലാ മതാഉൽ ഗുറൂർ, ദുനിയാവിലെ ഈ സൗകര്യങ്ങൾ നിന്നെ വഞ്ചിക്കുന്ന വഞ്ചനയുടെ ചരക്കാണ്. നിന്നെ വഞ്ചിക്കാനുള്ള വഞ്ചനയുടെ വിഭവമാണ്, ചരക്കാണ്, മുതലാണ് ദുനിയാവിലെ ഈ സൗകര്യങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. ഒരായത്തല്ല, പല സ്ഥലങ്ങളിൽ ഈ പ്രഖ്യാപനം, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ദുനിയാവിലെ ഈ സൗകര്യങ്ങൾ ഇത് നിന്നെ വഞ്ചിക്കുന്നതാണ് എന്ന് സൂചിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദുനിയാവിലെ പലതും നേടാൻ വേണ്ടി, അല്ലേ, പലതും നേടാൻ വേണ്ടി പലരും പല തരത്തിൽ എന്ത് ചെയ്യാറുണ്ട്? തരികളുകൾ, തട്ടിപ്പുകൾ നടത്താറുണ്ട്. ഈ രാഷ്ട്രീയ മേഖലയിലും ഇതേ രൂപത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സ്വന്തം പേരിന് ഇത്ര സമ്പത്ത് ഉണ്ടായാൽ അത് പ്രയാസമാണ്. അതുകൊണ്ട് ബിനാമികളെ വെച്ചുകൊണ്ട് തന്റെ സമ്പത്ത് മറ്റുള്ള ആളുകളുടെ പേരിൽ എഴുതി വെച്ചുകൊണ്ട്, എന്നാലോ അതിന്റെ കൈകാര്യകർത്തൃത്വം തന്റേത് തന്നെ, പേര് മാത്രം മറ്റേതാക്കിയിട്ട് അങ്ങനെ ആളുകളെ പറ്റിക്കുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ മേഖല, സഹോദരന്മാരെ, ആ മേഖലയിൽ പരിശ്രമിക്കുമ്പോൾ ഇവിടെ നിന്നുകൊണ്ടും സാധാരണ നാട്ടിൽ നിന്നൊക്കെ മെസ്സേജ് വരാറുണ്ട്, പ്രവാസികൾക്ക് ഒരു വോട്ട് ചെയ്യാൻ സാധിക്കില്ലെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന, പറഞ്ഞു ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ചില വോട്ടുകളുണ്ട്, അതെങ്കിലും നിങ്ങൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, സാമ്പത്തികമായി നിങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ വരാറുണ്ട് ആളുകൾ, പാർട്ടിക്കാര്. ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളതല്ല എന്റെ ചർച്ച. പക്ഷെ ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ് ഏറ്റവും വലിയ വിജയം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. വിജയത്തിന് വേണ്ടി വിജയിപ്പിക്കാനുമുള്ള പരിശ്രമങ്ങൾക്കിടയിൽ സഹോദരന്മാരെ, ഒരു വിശ്വാസി നന്മയുടെ മാർഗം മാത്രമേ അവലംബിക്കാവൂ, തിന്മയുടെ മാർഗം അവലംബിക്കാൻ പാടില്ല. നന്മയുടെ മാർഗം മാത്രമാണ് ഒരു വിശ്വാസി വിജയിപ്പിക്കാനും വേണ്ടി അവൻ ചെയ്യുന്ന പരിശ്രമങ്ങളിൽ അവൻ ഏർപ്പെടാൻ പാടുന്ന മേഖല നന്മയിൽ മാത്രമാണ്. കാരണം തിന്മയുടെ ശിക്ഷകൾ ഒരിക്കലും അത് ലഘൂകരിക്കുകയില്ല. തിന്മയുടെ ശിക്ഷകൾ അല്ലാഹു ഒരിക്കലും അതെന്തില്ല, ലഘൂകരിക്കുകയില്ല. തനിക്ക് പറ്റിയത് തെരഞ്ഞെടുക്കുകയും തനിക്ക് പറ്റാത്തത് മാറ്റി നിർത്തുകയും ചെയ്യുന്ന ആളുകൾ രാഷ്ട്രീയ മേഖലയിൽ രാഷ്ട്രീയക്കാര് പറയാറുണ്ട്, നിങ്ങൾ മതത്തിന്റെ ആളുകൾ, നിങ്ങൾക്ക് അതൊന്നും പറ്റില്ല, ഞങ്ങൾ രാഷ്ട്രീയക്കാര്, ഞങ്ങൾക്ക് എല്ലാം പറ്റും. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് അങ്ങനത്തെ ഒരു മേഖലയാണ്. മതത്തിന്റെ ആളുകൾക്ക് തുറന്നിറങ്ങി പ്രവർത്തിക്കാൻ പറ്റിയ ഒരു മേഖലയല്ല. കുറച്ച് തട്ടിപ്പും വെട്ടിപ്പും കള്ളവും ചതിയും ഇല്ലാതെ രാഷ്ട്രീയം മുന്നോട്ട് പോകില്ല എന്ന് പറയുന്ന ആളുകൾ, അല്ലേ, സജീവമായ രാഷ്ട്രീയക്കാരോട് ആ സൂക്ഷ്മതയെ കുറിച്ച് 'കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്, പക്ഷെ രാഷ്ട്രീയത്തിൽ അതൊന്നും പറ്റില്ല.
അവിടെ കുറച്ച് തരികളൊക്കെ വേണ്ടി വരും. സഹോദരന്മാരെ, ഇതാരാ പറയുന്നത്? മുസ്ലിമീങ്ങളായ മുഅ്മിനുകൾ എന്ന് പറയപ്പെടുന്ന ആളുകളാണ് മിക്കവാറും ഇങ്ങനെയുള്ള വാക്കുകൾ പറയാറുള്ളത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്ന ഒരു വചനമുണ്ട്, അഫതുമിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്. നിങ്ങൾ ഖുർആനിന്റെ ചിലതിനെ നിങ്ങൾ വിശ്വസിക്കുകയും ചിലതിനെ നിങ്ങൾ തള്ളിക്കളയുകയുമാണോ? ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസിൻ ഫിൽ ഹയാത്തി ദുനിയ. ഇത് ചെയ്യുന്ന ആളുകൾ, ഫമാ ജസാഉ മൻ യഫ്അൽ ദാലിക മിൻകും, നിങ്ങളിൽ നിന്ന് ഇത് ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലം അല്ല ഇല്ലാ ഖിസിൻ, നിന്യതയല്ലാതെ. ഖുർആനിൽ നിന്ന് കുറച്ചെടുക്കുന്നു, കുറച്ച് തള്ളിക്കളയുന്നു. തനിക്ക് സൗകര്യമുള്ളത്, തനിക്ക് യോജിക്കുമെന്ന് തോന്നുന്നത് എടുക്കുന്നു, തനിക്ക് പ്രയാസമാകുമെന്നതിനെ തള്ളിക്കളയുന്നു. ഇതെന്താണ്? ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ അവർക്ക് ദുനിയാവിൽ നിന്യതയല്ലാതെ ഇല്ല. ഫിൽ ഹയാത്തി ദുനിയ, അവരുടെ ദുനിയാവിലെ ജീവിതത്തിൽ, വയൗമൽ ഖിയാമ, ദുനിയാവിൽ മാത്രമല്ല, ദുനിയാവിലെ അപമാനമാണ്. വയൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലോ, യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്, ശക്തമായ ശിക്ഷയിലേക്ക് അവർ തള്ളിവിടുന്നതാണ്, കഠിനമായ ശിക്ഷയിലേക്ക് അവരെ തള്ളിവിടുന്നതാണ്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതിനെ പറ്റി അല്ലാഹു അശ്രദ്ധനല്ല, അല്ലാഹു ഗാഫിലല്ല. നിങ്ങൾ ചെയ്യുന്നതിനെ പറ്റി, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അറിയുന്നവനാണ്, ബസീറാണ്, സമീആണ്, അല്ലാമൽ ഗുയൂബാണ്. അല്ലാഹു എല്ലാം സൂക്ഷ്മമായി അറിയുന്ന, എല്ലാം കേൾക്കുന്ന, മറഞ്ഞത് വരെ അറിയുന്നവരാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് അല്ലാഹു അല്ല ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അശ്രദ്ധനല്ല. ഉലൈകല്ലദീന ഇസ്തറൗൽ ഹയാത്തദ് ദുനിയ, ഈ ആളുകൾ ഏതാളുകൾ? കുറച്ചെടുത്ത് കുറച്ച് മാറ്റി വെക്കുന്ന ആളുകൾ, കുറച്ചെടുത്ത് കുറച്ച് മാറ്റി വെക്കുന്ന ആളുകൾ. ഇസ്ലാമിന്റെ സദസ്സിലെത്തിയാൽ നല്ല മുഅ്മിനായി, ഇൽമിന്റെ സദസ്സിലെത്തിയാൽ നല്ല മുഅ്മിനായി സൂക്ഷ്മതയും തഖ്വയുമുള്ള ആളായി നിൽക്കുന്ന ആളുകൾ. എന്നാലോ അവര് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിച്ച് പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും വരെ ആയിട്ടുണ്ടാകാം. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാലോ സകല തെമ്മാടിത്തകൾ, ഒരു മുസ്ലിമിനെ പാടില്ലാത്ത എല്ലാം ചെയ്യുന്ന ആളുകൾ. അവരെന്ത് ചെയ്യാൻ? ആഖിറത്തിന് പകരം ദുനിയാവിയായ ജീവിതത്തെ അവർ എന്ത് ചെയ്യുന്നു? വാങ്ങുകയാണ്, ദുനിയാവിനെ സ്വീകരിക്കുകയാണ്. ആഖിറത്തിനെ വിറ്റുകൊണ്ട്, ആഖിറത്തിനെ മാറ്റിവെച്ചുകൊണ്ട് ദുനിയാവിനെ വാങ്ങുന്ന ആളുകൾ. ഫലാ യുഖഫഫു അൻഹുമുൽ അദാബ്, ഫലാ യുഖഫഫ്, അവർക്ക് ലഘൂകരിക്കുകയില്ല, അൻഹും, അവരെ തൊട്ട്, അൽ അദാബ്, ശിക്ഷ അവരെ തൊട്ട് ലഘൂകരിക്കുകയില്ല. വലാഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെടുകയുമില്ല. ആരാ ഈ സഹായിക്കപ്പെടാത്ത ആളുകൾ? രാഷ്ട്രീയ മേഖലയിൽ ഇറങ്ങും, അല്ലെങ്കിൽ ഭൗതികമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി അവന്റെ ജീവിതത്തിൽ ഖുർആനിന്റെ ചില അധ്യാപനങ്ങളെ മാറ്റിവെക്കുന്നു, ചില അധ്യാപനങ്ങളെ അവൻ സ്വീകരിക്കുന്നു. അത് രാഷ്ട്രീയത്തിലായാലും ഇനി മതത്തിലാണെങ്കിലും ശരി, എവിടെയും പാടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും എന്താ? അള്ളാഹുവിനെ മാത്രം അംഗീകരിച്ചുകൊണ്ട്, അള്ളാഹുവിനെ മാത്രം കീഴ്പ്പെട്ടുകൊണ്ട്, തിന്മയിൽ നിന്ന് മുക്തമായി പരിപൂർണമായ മുവഹ്ഹിദായി ജീവിക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തിന്മ വരില്ല, തിന്മ വരൂല എന്നുള്ള അർത്ഥം ഈ പറഞ്ഞതിനൊന്നുമില്ല കേട്ടോ. തിന്മ പ്രേരിപ്പിക്കുന്നതാണ് മനുഷ്യന്റെ ആത്മാവ്. പിശാച് അതിനു വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങളെങ്ങാനും തെറ്റ് ചെയ്യാത്ത ആളുകളായിരുന്നുവെങ്കിൽ അല്ലാഹു സൃഷ്ടിക്കുമായിരുന്നു തെറ്റ് ചെയ്യുന്ന ഖൗമിനെ. എന്നിട്ട് അവരെന്ത് ചെയ്യും? അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും.
അള്ളാഹു അവർക്ക് എന്ത് ചെയ്തു? പുറത്തു കൊടുക്കും. തെറ്റുവരും, മനുഷ്യ സഹജമാണ് അല്ലേ? ഹൻദല റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ കേട്ടതാണ് അല്ലേ? നാഫഖ ഹൻദല എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങാടിയിലൂടെ ഓടി നടന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുചെന്നു. പറഞ്ഞു റസൂലേ, സദസ്സിൽ ഈമാൻ ഇൽമിന്റെ സദസ്സിൽ ഇരിക്കുമ്പോൾ ഭയങ്കര ഈമാൻ കിട്ടും, ഭയങ്കര സൂക്ഷ്മതയൊക്കെ വരുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ അതൊന്നും കിട്ടണില്ല. അത് മുനാഫിക്കിന്റെ അടയാളല്ലേ, കാപട്യമല്ലേ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മറുപടി കൊടുക്കണം, നിങ്ങൾ എന്നെ പോലെയല്ല, നിങ്ങൾ എന്നെ പോലെയല്ല. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത? അല്ലാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണം, തിന്മയിൽ നിന്നുള്ള സംരക്ഷണം ലഭിക്കപ്പെട്ട ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു മുസ്ലിമിന്റെ കൂടെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന കരീനും നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന കരീനുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയും രണ്ടാളുമുണ്ട്. പക്ഷേ റസൂലിന്റെ കൂടെയുള്ള തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന കരീനിനെ അല്ലാഹു എന്ത് ചെയ്തിട്ട് റസൂലിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ആ കരീനിനെ റസൂലിനെ തിന്മയിലേക്ക് നയിക്കാൻ സാധിക്കില്ല. ഒരു പ്രത്യേക സംരക്ഷണം അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ മറ്റുള്ള ആളുകളുടെ അങ്ങനെയല്ല. റസൂൽ പറയാണ്, നിങ്ങളെങ്ങാനും എന്നെ പോലെയായിരുന്നുവെങ്കിൽ മലക്കുകൾ നിങ്ങൾക്ക് ഹസ്തദാനം ചെയ്യുമായിരുന്നു. എവിടെ? നിങ്ങളുടെ കിടത്തത്തിലും ഇരുത്തത്തിലും നിങ്ങളുടെ നടത്തത്തിലും, നടന്നു പോകുമ്പോഴും കിടക്കണോടത്തും ഇരിക്കണോടത്തൊക്കെ വന്നിട്ട് മലക്കുകൾ നിങ്ങൾക്ക് ചെയ്യിക്കാൻ തരുമായിരുന്നു. എങ്ങനെയായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പോലെ എങ്ങാനും ആയിരുന്നുവെങ്കിൽ. അപ്പൊ തെറ്റുകൾ വരും, വ്യക്തിപരമായ മനുഷ്യന്റെ ജീവിതത്തിൽ തെറ്റുകൾ വരും. അതിന് തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, റസൂലിന്റെ രൂപം കാണിച്ചു തന്നു. പക്ഷേ ഒരിക്കലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് ഈ തിന്മയുടെ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് ഒരിക്കലും ഭൂഷണമല്ല. രാഷ്ട്രീയത്തിൽ അതൊക്കെ ആവാം എന്നൊരു ആനുകൂല്യം, ഒരു ഇളവ് ഇസ്ലാം ഒരിക്കലും നൽകിയിട്ടില്ല എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേ രൂപത്തിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് തന്റെ സഹോദരന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുക എന്നുള്ളത്. തന്റെ സഹോദരന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന എതിർ പാർട്ടിയുടെ ആളുകളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന രൂപത്തിൽ പോസ്റ്റുകളും കമാൻഡുകളും നിറഞ്ഞു നിൽക്കാണ് ഈ ദിവസങ്ങളിലുള്ള നമ്മുടെ മീഡിയകൾ. വാട്സപ്പ് ആയാലും സോഷ്യൽ മീഡിയ, വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും അതല്ലാത്ത എന്തൊക്കെ ഉണ്ടെങ്കിലും അവിടെയൊക്കെ മറ്റവന്റെ ചെരുപ്പ് എടുപ്പിച്ചു, അപ്പൊ ഇവന്റെ അതാക്കിച്ചു, ഇങ്ങോട്ടാക്കിച്ചു, അതാക്കി എന്നും പറഞ്ഞുകൊണ്ട് അതിന് പരസ്യം ചെയ്തുകൊണ്ട് അതിന്റെ പിന്നാലെ പോകുന്ന ഏതെങ്കിലും ചില വ്യക്തികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, ഏത് പാർട്ടിക്കാരാണെങ്കിലും ശരി, അങ്ങനെ പോകുന്ന ഒരു അവസ്ഥ സഹോദരന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മനുഷ്യന്റെ അഭിമാനം എന്നുള്ളത് വളരെ വിലപ്പെട്ടതായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുക എന്നുള്ളത് അത് ഗുരുതരമായ ഒരു തെറ്റായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അഭിമാനം സംരക്ഷിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. ഏതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ച പ്രഖ്യാപനമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉള്ള ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫീ ഖുത്ബതിഹി ഫീ ഹജ്ജത്തുൽ വദാഅ, ഹജ്ജത്തുൽ വദാഇന്റെ ഖുത്ബയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാദക്കും, നിങ്ങളുടെ രക്തം, സമ്പത്ത്, അഭിമാനം ഇതെന്താണ്? ഹറാമൻ അലൈക്കും, അത് നിങ്ങൾക്ക് പവിത്രമാണ്. കഹുറുമതി യൗമിക്കും ഹാദാ, ഏതുപോലെ? നിങ്ങളുടെ ഈ ദിവസത്തിന്റെ പവിത്രത പോലെ. ഏതാണ് ദിവസം? ഏതാണ് ആ ദിവസം? ഓർമ്മയുണ്ടോ? അറഫയുടെ ദിവസം അൽ ഹജ്ജ് അറഫ എന്ന് പറഞ്ഞ ആ പ്രധാനപ്പെട്ട ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുകയാണ്. ഈ ദിവസത്തിന്റെ പവിത്രത പോലെ ആളുകളുടെ രക്തം, അഭിമാനം, അവന്റെ സമ്പത്ത്, അത് നിങ്ങൾക്ക് പവിത്രമാണ്. ഫീ ശഹരിക്കും ഹാദാ, ഈ മാസത്തിന്റെ പവിത്രത പോലെ, ദുൽഹജ്ജ് മാസത്തിന്റെ പവിത്രത പോലെ. ഫീ
ബലദികും ഹാദാ, ഈ നാടിന്റെ പവിത്രത പോലെ. അപ്പോൾ മക്ക എന്ന നാടിന്റെ പവിത്രത പോലെ, ദുൽഹിജ്ജ മാസത്തിന്റെ പവിത്രത പോലെ, ആ അറഫ ദിനത്തിന്റെ പ്രത്യേകത പോലെ, അതിന്റെ പവിത്രത പോലെ ഓരോ മനുഷ്യന്റെയും രക്തവും അവന്റെ സമ്പത്തും അവന്റെ അഭിമാനവും നിങ്ങൾക്ക് പവിത്രമാണ് എന്നുള്ളത് സഹോദരന്മാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയാണ്. അത് ഏത് പാർട്ടിക്കാരന്റെ രക്തമാണെങ്കിലും ശരി, ഏത് പാർട്ടിക്കാരന്റെ സമ്പത്താണെങ്കിലും ശരി, ഏത് പാർട്ടിക്കാരന്റെ അഭിമാനമാണെങ്കിലും ശരി, അത് ചിന്തുക, അത് മോശമാക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുമായുള്ള ഒരു സംഭാഷണം, സംഭവം എന്താ അറിയോ? ഒരു യുദ്ധ സന്ദർഭത്തിൽ, ഒരു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യന്റെ അടുക്കലേക്ക്, മുസ്ലിം അല്ലാത്തൊരു മനുഷ്യന്റെ അടുക്കലേക്ക് വാളുമായി എത്തിയ സന്ദർഭത്തിൽ അവിടുന്ന് അയാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആ പ്രഖ്യാപനം നടത്തി, കലിമ ചൊല്ലി. സ്വഹാബി അയാളെ വെട്ടി കൊന്നു. ഇതിനു ശേഷം ഇയാളുടെ മനസ്സിലൊരു പ്രയാസം, അദ്ദേഹം പറയാണ് ഞാൻ അദ്ദേഹത്തെ വെട്ടി, ഇത് കാരണത്താൽ എന്റെ മനസ്സിലൊരു പ്രയാസമുണ്ടായി. അങ്ങനെ ഞാനത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. എന്ത് ഇങ്ങനെ യുദ്ധത്തിനിടെ ഇങ്ങനെ സംഭവം ഉണ്ടായി, ഒരാള് ഷഹാദത്ത് കലിമ ഉച്ചരിച്ചു, എന്നിട്ടും ഞാൻ അയാളെ വെട്ടി. റസൂല് ചോദിക്കുകയാണ്, അഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഖതൽത, അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, എന്നിട്ട് അയാളെ കൊന്നോ? ഖാല ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നമാ ഖാലഹാ ഖൗഫൻ മിനസ്സിലാഹ്, വാളിനെ പേടിച്ചിട്ടാണ് മൂപ്പര് അത് പറഞ്ഞത്. ഞാൻ വെട്ടാതെ മൂപ്പരെ മുന്നിക്കാട്ട് എത്തിയപ്പോഴാണ് മൂപ്പര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്. ഞാൻ വെട്ടാതെക്കാൻ വേണ്ടി, വെട്ടുന്ന രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ് അയാള് എന്ന് പറഞ്ഞപ്പോ ഖാല അഫലാ ശഖഖത അൻ ഖൽബിഹി ഹത്താ തഅലമ അഖാലഹാ അം ലാ, അയാളുടെ ഹൃദയം വളർത്തി നോക്കിയിട്ടൊന്നുമില്ലല്ലോ, അയാൾ പറഞ്ഞ എങ്ങനെയാണ് എന്നുള്ളത് ഹൃദയം പൊളിച്ചു വെക്കിട്ട് നോക്കിയൊന്നും അല്ലല്ലോ എന്ന രൂപത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് സംസാരിച്ചു. എന്നിട്ട് ഈ മനുഷ്യൻ പറയാണ്, പിന്നെ അതിന്റെ മേൽ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നു ഈ പ്രശ്നം. ഏതുവരെ ഞാൻ ആഗ്രഹിച്ചു പോയി, ഇന്നി അസ്ലംതു യൗമൈദീൻ, ഞാൻ അന്ന് എന്ന് ഈ യുദ്ധത്തിന് ശേഷം ഈ സംസാരിക്കുന്ന ആ ദിവസം ഞാനൊന്ന് മുസ്ലിം ആയിരുന്നുവെങ്കിൽ, അതിന്റെ മുമ്പ് മുസ്ലിം ആയപ്പോഴാണല്ലോ യുദ്ധത്തിന് പോകേണ്ട അവസ്ഥ വന്നത്, അങ്ങനെയാണല്ലോ ഈ വെട്ടാനൊരു സാഹചര്യം ഉണ്ടായത്. അന്ന് ഞാൻ മുസ്ലിം അല്ലാതെ ആയിരുന്നുവെങ്കിൽ, ഇതിന് ശേഷമാണ് ഞാൻ മുസ്ലിം ആയിരുന്നതെങ്കിൽ എന്ന് എത്ര നന്നായിരുന്നേനെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. നിങ്ങൾ ഒരു മനുഷ്യന്റെ രക്തം ചിന്തിയതാണ്. ഒരു മുസ്ലിമിന്റെ മറ്റൊരു മുസ്ലിമിന്റെ രക്തം ചിന്താൻ പാടില്ല. സഹോദരന്മാരെ, മറ്റൊരു മനുഷ്യന്റെ അഭിമാനം ക്ഷതപ്പെടുത്താൻ പാടില്ല, അവന്റെ സമ്പത്ത് അപഹരിക്കാൻ പാടില്ല. അമുസ്ലിങ്ങൾക്ക് വരെ എപ്പോഴാണ് അവർ നിങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ മാത്രമേ അവരെ എതിരിടാൻ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ പോയി വെട്ടിക്കൂടി എന്ന് പറഞ്ഞിട്ട് ഒരു പൊതുവായ കൽപ്പന തന്നിട്ടില്ല. അവർ നമ്മളെ ജീവിക്കാൻ അനുവദിക്കാതെ, ആദർശം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു ഘട്ടം വരുമ്പോ, അവരെ നമ്മളെ ആക്രമിക്കുമ്പോ പ്രതിരോധിക്കാൻ ഇസ്ലാം അനുവാദം തന്നിട്ടുണ്ട്. ഒരു അമുസ്ലിം ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും അവന്റെ അഭിമാനം ക്ഷതപ്പെടുത്താൻ ഒരിക്കലും എന്തില്ല, ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്ത്, മറ്റൊരുത്തന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുക എന്നുള്ളത്. അത് ഏതുപോലെയാണെന്നല്ലോ ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസില് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
പലിശ എന്ന് പറഞ്ഞാൽ 73ഓളം ശാഖകളുണ്ട്, ഗ്രേഡുകളുണ്ട്, വാതിലുകളുണ്ട്. അതിന് ഒരു മനുഷ്യൻ തന്റെ ഉമ്മയെ വ്യഭിചരിക്കുന്നതിന്, വിവാഹം കഴിക്കുന്നതിന് തുല്യമാണ്. അതിലെ ഏറ്റവും ചെറുത് ഒരു മനുഷ്യൻ തന്റെ മാതാവുമായി ബന്ധപ്പെടുന്നതിന് തുല്യമാണ് അതിലെ ഏറ്റവും ചെറുത്. തീർച്ചയായും റിബയേക്കാളും മുകളിലുള്ളതാണ് എന്ത്? മുസ്ലിമിൽ ഒരു മുസ്ലിമായ മനുഷ്യന്റെ അഭിമാനം എന്നുള്ളത്. പലിശ 73 തട്ട്, ഏറ്റവും ചെറുത് സ്വന്തം ഉമ്മാനെ വ്യഭിചരിക്കുന്നതിന് തുല്യം. അതിനേക്കാളും പലിശയെക്കാളും ഗൗരവമുള്ളതാണ് എന്ത്? ഒരു മുസ്ലിമിന്റെ അഭിമാനം എന്നുള്ളത്. അത് ആ അഭിമാനത്തെ തൊട്ട് കളിക്കാൻ ഒരാൾക്കും അധികാരമില്ല, അനുവാദമില്ല. രാഷ്ട്രീയ മേഖലയിൽ ഇനിയുള്ള ദിവസങ്ങളിലെ പ്രസംഗങ്ങളിൽ സജീവമായി കാര്യമായി നടക്കാൻ പോകുന്ന ഒരു പണിയാണ് സഹോദരന്മാരെ ഈ പറഞ്ഞത്. നമുക്ക് കേട്ട് മുമ്പ് കാലങ്ങളിലുള്ള സംഭവങ്ങളിൽ നിന്ന് കേട്ട് പരിചയമുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മേഖലയിൽ നിന്ന് മുസ്ലിങ്ങളായ ആളുകൾ മാറി നിൽക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഒരു എതിരാളിയെ നേരിടാൻ, നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു എതിരാളിയെ നേരിടാൻ തിന്മയായ മാർഗങ്ങളെ സ്വീകരിക്കുക എന്നുള്ള നിലപാട് ഓരോരുത്തരും ഒഴിവാക്കേണ്ടതുണ്ട്. ഏത് സന്ദർഭത്തിലാണെങ്കിലും ആ തിന്മകളെ ഇസ്ലാം എതിർക്കുകയാണ്, ഒരിക്കലും അനുവദിക്കുന്നില്ല. ചീത്ത പറയുക, ഏഷണിയും പരദൂഷണം പറയുക, നാശത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, ഇവയെല്ലാം ഇസ്ലാം നിരോധിച്ച കാര്യമാണ്. ഇനി വല്ല പ്രയാസങ്ങളുമുള്ള തൃപ്തികരമല്ലാത്ത വല്ല കാര്യങ്ങളും തോന്നിയാൽ തന്നെ, മനസ്സിൽ വന്നാൽ തന്നെ അതവിടെ പിടിച്ചു വെക്കുക എന്നുള്ളതല്ലാതെ അതിനെ പറഞ്ഞുകൊണ്ട് തിന്മ പ്രചരിപ്പിക്കുന്നതിന് ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല? പ്രോത്സാഹിപ്പിക്കുന്നില്ല. അങ്ങനെ വല്ലതും കിട്ടിയാൽ തന്നെ അത് അവിടത്തോടു കൂടി അടുത്ത ഒരാളിലേക്ക് പാസ് ചെയ്യാതെ തന്റെ അടുത്ത് അവിടെ അവസാനിപ്പിക്കുന്ന, തനിക്ക് കിട്ടിയാൽ അവിടെ അവസാനിപ്പിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗൽ ഇല്ലാ മൻ ദുലിമ വകാന അല്ലാഹു സമീഅൻ അലീമ. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ, തിന്മ വിളിച്ചു പറയുന്നതിനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. മിനൽ ഖൗൽ, സൂഇ മിനൽ ഖൗൽ ഇല്ലാ മൻ ദുലിമ, ആക്രമിക്കപ്പെട്ടവൻ ഒഴികെ. വകാന അല്ലാഹു സമീഅൻ അലീമ, അല്ലാഹു സമീഅാണ്, അലീമാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തിന്മയെ പ്രചരിപ്പിക്കുന്നതിനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഒരു വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് മാറ്റിവെച്ചു. ഇടക്കാലത്ത് ആദർശ രംഗത്തുണ്ടായ ചില പ്രശ്നങ്ങൾ വന്ന സന്ദർഭത്തിൽ രാഷ്ട്രീയക്കാരായ ആളുകൾ പറഞ്ഞ ചില വാക്കുകൾ നമുക്കൊക്കെ ഓർമ്മയുണ്ട്. ഞങ്ങൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്, പക്ഷെ നിങ്ങൾക്കത് പറയാൻ പറ്റില്ല. നിങ്ങൾ സ്റ്റേജ് കെട്ടിയിട്ട് അവനെ പറ്റി പറയാറുണ്ട്, സ്റ്റേജ് കെട്ടിയിട്ട് ഇവനെ പറ്റി പറയാറുണ്ട്. സഹോദരന്മാരെ, വ്യക്തിപരമായിട്ട് എവിടെയും പറയാൻ പാടില്ല. രാഷ്ട്രീയത്തിലായാലും ഏതിലായാലും പറയാൻ പാടില്ല. എന്നാൽ ഒരു പരിധി വരെ ആക്രമിക്കപ്പെട്ടവന് ഈ തിന്മകൾ പറയാം എന്ന ഒരു അനുവാദം എന്തുണ്ട്? നമുക്ക് കാണാൻ സാധിക്കും. മുഫസ്സിറുകളായ ആളുകളൊക്കെ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്നുള്ള ഒരു റിപ്പോർട്ടാണ്. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗൽ എന്ന ആ ആയത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് യഖൂൽ, അദ്ദേഹം പറയുന്നു, ലാ യുഹിബ്ബുല്ലാഹു അൻ യദുഅ അഹദുൻ അലാ അഹദിൻ ഇല്ലാ അൻ യകൂന മദ്ലൂമൻ. ഒരാളും മറ്റൊരാളെ ലാ യുഹിബ്ബുല്ലാഹ്, അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല, അൻ
അവനെ ആക്രമിച്ചവന്റെ പേരിൽ, തന്നെ ഇങ്ങോട്ട് ആക്രമിച്ചവനെതിരിൽ ചെയ്യാൻ ചെറിയൊരു അനുവാദം ഉണ്ട്. ആക്രമിക്കപ്പെട്ടവനൊഴികെ ഇനി അവൻ ക്ഷമിച്ചാൽ അതാണ് ഏറ്റവും ഖൈർ. അതാണ് ഏറ്റവും ഖൈർ. ക്ഷമിക്കുന്നത് ആണ് ഏറ്റവും ഖൈർ. എന്നാൽ ഒരു അനുവാദം അവിടെയുണ്ട്. അപ്പൊ ചോദിക്കും, നബിനെ ക്ഷമിച്ചാൽ പോരായിരുന്നു നിങ്ങൾക്ക്? സ്റ്റേജ് കെട്ടികൾ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ക്ഷമിച്ചാൽ പോരായിരുന്നോ എന്നുള്ളത്. സഹോദരന്മാരെ, ആദർശപരമായുള്ള നമ്മൾ സ്റ്റേജ് കെട്ടി ആളുകൾ, ആ എതിരാളികളായ ആളുകളുടെ ഈ താന്തോന്നിത്തങ്ങളെ, അവർ ചെയ്ത ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ പബ്ലിക്കിൽ പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടി? എന്തിന്റെ പേരിൽ? നിങ്ങൾ ക്ഷമിക്കാമായിരുന്നില്ലേ? പക്ഷെ ക്ഷമിച്ചാൽ വിശ്വാസത്തിൽ നിന്ന്, ആദർശത്തിൽ നിന്ന് സാധാരണക്കാരായ നിരപരാധികളായ ആളുകളെ ആദർശത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുന്നതിന് വേണ്ടി തിന്മയായ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും നടത്തിയ ആളുകൾ, അവരുടെ ആ പ്രവർത്തനങ്ങൾ, തിന്മയായ പ്രവർത്തനങ്ങളെ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാണിച്ച് അത് തിന്മയാണ്, അതല്ല ശരി, ഇതാണ് ശരി എന്ന് പറയാൻ വേണ്ടി നമ്മൾ വേദി കെട്ടിയിട്ടുണ്ട്. എന്ന ആ മേഖലയിൽ നിന്നുകൊണ്ട്, നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെയുള്ളത് പറഞ്ഞിട്ടുണ്ട്. തിന്മയുടെ ശിർക്കിന്റെ ആളുകൾ, ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ നമ്മൾ പ്രസംഗിക്കാറുണ്ട്, ക്ലാസ് എടുക്കാറുണ്ട്. എന്തിനാ ഓലതൊക്കെ ഇങ്ങനെ എടുത്തു പറയണത്? ഓലൊന്നും അങ്ങനെ പറയണ്ട, ഓല പാടിന് പോയിക്കോട്ടെ. പക്ഷെ അങ്ങനെ അവരെ വിട്ടാൽ അവരെന്ത് ചെയ്യും? അവര് സാധാരണക്കാരായ ഒരുപാട് ആളുകളുടെ വിശ്വാസം ചൂഷണം ചെയ്ത് ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. റബ്ബിന്റെ അടുക്കല് ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ, റബ്ബിന്റെ അടുക്കല് നിങ്ങൾക്ക് നിങ്ങളുടെ ഉദിർ ബോധിപ്പിക്കാൻ ഈ ഒരു മേഖല സ്വീകരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന് അനുവാദമുള്ളത് കൊണ്ട് ആ ഒരു മേഖല നമ്മൾ സ്വീകരിച്ചു എന്ന് മാത്രം. അല്ലാതെ മറ്റവന്റെ കടപ്പറയിലുള്ള അവന്റെ മറ്റുള്ള മറ്റുള്ള കാര്യങ്ങളിലേക്ക്, വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാറില്ല. അത് പോകുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമുള്ള നല്ലതായ കാര്യവും അല്ല. എന്നാൽ ആദർശം തകർക്കപ്പെടുന്ന സന്ദർഭത്തിൽ ആദർശ സംരക്ഷണത്തിന് വേണ്ടി ഈ ആയത്തിലൂടെ, പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായത്തിലെ 148-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു തന്ന ഈ ഒരു ഇളവ് നമ്മൾ സ്വീകരിക്കുന്നു എന്ന് മാത്രം. ഏതായാലും തിന്മകൾ രാഷ്ട്രീയത്തിൽ ഈ കാര്യങ്ങൾ പറയുന്നത് ആദർശ സംരക്ഷണത്തിനല്ല, മറ്റവനെ എങ്ങനെയെങ്കിലും ഇകഴ്ത്തി വടക്കാക്കി അരിക്കാക്ക എന്നുള്ള ആ ഒരു ശൈലിയിലാണ്. അതുകൊണ്ട് തന്നെ സംസാരിക്കുന്ന സന്ദർഭത്തിൽ സൂക്ഷിക്കണമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുക. സഹോദരന്മാരെ പരസ്പരം പകവെച്ച് പുലർത്തുക, അതേ രൂപത്തിൽ ബന്ധം മുറിക്കുക, പിണങ്ങുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമുള്ള കാര്യമല്ല. രാഷ്ട്രീയപരമായ ചർച്ചകളിലൂടെ പരസ്പരം തെറ്റിപ്പോയ, ബന്ധം വിച്ഛേദിക്കപ്പെട്ട ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. പലരും ഇപ്പൊ പറഞ്ഞ് സംസാരിക്കുമ്പോൾ തന്നെ ഇതിപ്പോ ഈ ടൈമിന്, ഇലക്ഷൻ ടൈമിന് മാത്രം കേട്ടോ, ഇത് കഴിഞ്ഞാൽ നമ്മളിതൊക്കെ മറക്കൂട്ടോ എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ ഇറങ്ങിത്തിരിക്കാറുണ്ട്. സഹോദരന്മാര് പരസ്പരം പക വെച്ച് പുലർത്തുന്ന, പിണങ്ങി പിരിയുന്ന, ബന്ധം വിച്ഛേദിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അനസ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ തബാഗദു വലാ തഹാസദു വലാ തദാബറു വലാ തഖാതഉ വകൂനു ഇബാദല്ലാഹി ഇഖ്വാന വലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക തലാത്തി. നിങ്ങൾ പരസ്പരം കോപിക്കാൻ പാടില്ല, അസൂയ വെക്കാൻ പാടില്ല, പിരിഞ്ഞു പോകാൻ പാടില്ല. നിങ്ങൾ ബന്ധം മുറിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ ആവുക, നിങ്ങൾ സഹോദരന്മാരാവുക. ഒരു മുസ്ലിമിനും അനുവാദമില്ല അവന്റെ സഹോദരനെ വിട്ട്
വിട്ടു നിൽക്കാൻ, വേർപിരിയാൻ 3 ദിവസത്തിലും കൂടുതൽ മുസ്ലിമിനോട് തെറ്റി നിൽക്കാൻ, ഒരു മുസ്ലിമായ മനുഷ്യന് തന്റെ സഹോദരനോട് തെറ്റി നിൽക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവർ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ, രാഷ്ട്രീയ ചർച്ചകൾ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേ രൂപത്തില് ഇന്നത്തെ ഒരു പ്രത്യേകതയാണ് സ്ത്രീകൾക്ക് സംവരണം നൽകുക എന്നുള്ളത്. പലരും പല മെസ്സേജുകളും ഇട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ശരിയാണോ കുറെ പെണ്ണുങ്ങളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് അവളിങ്ങനെ അന്യ ആളുകളുടെ കൂടെ സഞ്ചരിക്കുന്നത് തെറ്റാണ്, അപ്പൊ അതിനെ വോട്ട് ചെയ്താല് സപ്പോർട്ട് ചെയ്യലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഹോദരന്മാരെ അതിന്റെ പിന്നാലെ വരാറുണ്ട്. സഹോദരന്മാരെ, ഇസ്ലാമികമായി ഇങ്ങനെയുള്ള സ്ത്രീകൾ പുറത്തിറങ്ങി നടക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഒരുപാടുണ്ട്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ, ആരോഗ്യമായ പൂർണ്ണത എത്തിക്കഴിഞ്ഞാൽ ഹജ്ജ് നിർബന്ധമാണ്. ഹജ്ജിന് പോയി വരാനുള്ള സമ്പത്തും അതിനുള്ള ആരോഗ്യവും ഉണ്ടെങ്കിൽ ഹജ്ജ് നിർബന്ധമാണ്. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഹ്റമില്ല എങ്കിൽ ആ പെണ്ണിന് ഹജ്ജ് നിർബന്ധമല്ല. ആ പെണ്ണിന് ഹജ്ജ് നിർബന്ധമില്ല. ലാ തുസാഫിറുൽ മർഅ ഇല്ലാ മഅദി മഹ്റമിൻ. ഒരു പെണ്ണ് മഹ്റമിന്റെ കൂടെ അല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായി കൽപ്പിച്ചതാണ്. അപ്പൊ ഹജ്ജിന് പോകാൻ കൂടെ പോകാൻ മഹ്റമില്ല എങ്കിൽ ഒരു പെണ്ണിന് എന്തില്ല? ഹജ്ജില്ല. തന്റെ മകനോ സഹോദരനോ പിതാവോ ഭർത്താവോ അങ്ങനെയുള്ള ആ പരിധിയിൽപ്പെട്ട ആളുകളാരും ഇല്ല എങ്കിൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകാൻ അനുവാദമില്ല. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടു, സൂക്ഷ്മത പുലർത്തിയിട്ടുണ്ടെങ്കിലും എത്രയായിട്ടുണ്ടെന്ന് അള്ളാഹുവിന് മാത്രം അറിയാം. ഫോട്ടോയെ കുറിച്ച് ഇസ്ലാം കർശനമായി നിരോധിച്ചതാണ്. ഫോട്ടോ ചില ഏരിയകളിൽ പണ്ഡിതന്മാർ അതിന് ചില ഇളവുകൾ തന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാഷ്ട്രീയ മേഖല എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇല്ലാതെ പരിപാടി നടക്കാത്തൊരു അവസ്ഥയാണ്. ഒരു ചെറിയൊരു ബോർഡ് വെച്ചാൽ ഇവരുണ്ടാവും വലിയ 4-5 ആൾക്കാരെ ഫോട്ടോ. എന്നാണ് ഒരു ഫോട്ടോ കണ്ടു, ഒരു വനിതാ വിങ്ങിന്റെ ഒരു പരിപാടി, അതിൽ ഫുള്ള് ആണുങ്ങളുടെ ഫോട്ടോ ആണ്. എന്നിട്ടൊരു കമാൻഡ്, ഇതിൽ എത്ര വനിതകളുണ്ട്. എന്നിട്ട് ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെടുക എന്നുള്ളത് ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. സഹോദരന്മാരെ, ഈ അടുത്ത് ശ്രദ്ധിച്ചു, 2-3 ആളുകൾ സ്വന്തം ഭാര്യമാരുടെ ഫോട്ടോ കൊടുക്കാതെ ഭർത്താക്കന്മാരുടെ ഫോട്ടോ വെച്ചിട്ട് ഇവന്റെ ഭാര്യക്ക് നിങ്ങൾ വോട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു. എന്നാൽ പെണ്ണിന്റെ ഫോട്ടോ കൊടുക്കാനെങ്കിലും അവിടെ എന്ത് ചെയ്തു, അവര് മടിച്ചു. ആണിന്റെ കൊടുത്തത് ശരിയാണോ ഇല്ലേ എന്നത് വേറെ ചർച്ച. ഈ ഫോട്ടോ വെച്ചുകൊണ്ട് അതേ രൂപത്തില് വോട്ടിന് വേണ്ടി ഈ പെണ്ണ് രാവും പകലും ഇറങ്ങി നടക്കുകയാണ്. ആരാ കൂടെ മഹറമുണ്ടോ? ഇല്ല. പിന്നെ ആരാള്? പാർട്ടിക്കാരുണ്ട്. ഒരു നൽകും സംരക്ഷണം, പാർട്ടിക്കാര് സംരക്ഷണം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു മുസ്ലിമായ പെണ്ണിന് അനുവാദമുള്ള കാര്യമല്ല അത്. എങ്ങനെ മറ്റുള്ളവരുടെ അന്യരായ ആളുകളുടെ കൂടെ അയൽക്കാരനാണെങ്കിലും ശരി, മഹറമാണോ എങ്കിൽ മാത്രം പോകാം, മഹറമല്ലെങ്കിൽ പോകാൻ പാടില്ല. മഹറമിന്റെ കൂടെ മാത്രമേ പുറത്തു പോകാൻ പാടുള്ളൂ. തികച്ചും ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചുകൊണ്ട്, ശരീരം പുറത്ത് കാണുന്ന രൂപത്തിൽ വസ്ത്രം ധരിച്ചുകൊണ്ടല്ല ഒരു സ്ത്രീ പോകേണ്ടത്. ഈ ഇസ്ലാമിക മര്യാദ പാലിച്ചുകൊണ്ട് പൂർണ്ണമായി ശരീരം മറച്ചുകൊണ്ടാണ് ഒരു പെണ്ണിന് പുറത്തിറങ്ങാൻ അനുവാദമുള്ളൂ. അപ്പോ സ്ത്രീകളായ ആളുകൾ അതിനിറങ്ങിത്തിരിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ബന്ധത്തിലുള്ള, കുടുംബത്തിലുള്ള, നമ്മുടെ നിയന്ത്രണത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യെങ്കിൽ പ്രത്യേകം നിങ്ങൾ അവരെ അറിയിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം